അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 30. ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നപ്പോഴാണ് താഴേക്ക് ഇറങ്ങി വരുന്ന അഗ്നിയെ ജ്വാല കണ്ടത്. അവൻ വന്ന കാര്യം ചിത്ര അവളോട് പറഞ്ഞിരുന്നെങ്കിലും അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവളെ തന്നെ നോക്കി താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന അഗ്നി അവളുടെ വിടർന്ന കണ്ണുകൾ കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അവൾക്കരികിൽ വന്നിരുന്നു. അവൻ അടുത്ത് വന്നിരുന്നതും അവൾക്ക് അതുവരെ ഇല്ലാത്തൊരു പരവേശം തോന്നി. അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും അവൻ രാവിലെ ചെയ്തതുപോലെ അവളുടെ ഇടത് കൈ എടുത്ത് അവൻ്റെ കാലിലേക്ക് വെച്ച് പൊതിഞ്ഞു പിടിച്ചു. ജ്വാല വിറയലോടെ അവനെ കൂർപ്പിച്ചു നോക്കി. പക്ഷെ അവൻ അവളെ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുകയാണ്. അവൾ അവൻ്റെ ചെവിക്കരികിലേക്ക് മുഖമടുപ്പിച്ചു. അഗ്നിയുടെ ശരീരം ഒന്ന് കോരി തരിച്ചുപോയി. എന്റെ കൈ വിട്ടോട്ടോ, ഇല്ലാച്ചാ ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാവരോടും. അവൾ അവനെ ഭീഷണിപ്പെടുത്തി. അഗ്നി അവളെ മിഴിച്ചു നോക്കി. എന്റെ മഹാദേവ, ഇങ്ങനെ പോയാ എന്റെ കാര്യം കഷ്ടത്തിലാവൂലോ, അവൻ ദയനീയമായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി അവൾക്കടുത്തേക്ക് മുഖമടുപ്പിച്ചു. ജ്വാലയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. അവന്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന അവളുടെ കൈകൾ വിയർത്തൊഴുകി. കുഞ്ഞാ, ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നത് നീ ആരോടെങ്കിലും പറഞ്ഞാ നിന്നെ ഞാൻ ഇപ്പോ ഇവരുടെ മുന്നിൽ വെച്ച് കിസ് ചെയ്യും. നീ രാവിലെ എല്ലാവരോടും പറഞ്ഞ അറിവല്ലേ ഉള്ളൂ ഇവർക്ക്. ഇനി ഞാനൊരു ഫ്രീ ഷോ അങ്ങോട്ട് കൊടുക്കും എല്ലാവർക്കും. വേണോടി പൂച്ചക്കുട്ടി? അവൻ പതിയെ അവളുടെ ചെവിയിൽ ചോദിച്ചുകൊണ്ട് നേരെയിരുന്നു. ജ്വാല അവനെ പകപ്പോടെ നോക്കി പെട്ടെന്ന് വേണ്ട എന്ന് തലകുലുക്കി. അവൻ ഗൗരവത്തോടെ മൂളിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ജ്വാല ചിത്തിരയും അപ്പുവിനെയും മോഹനെയും ഇടം കണ്ടിട്ടൊന്ന് നോക്കി. മൂന്നാളും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവരുടെ ചുണ്ടിലൊരു ചിരി തങ്ങി നിൽക്കുന്നത് പോലെ ജ്വാലയ്ക്ക് തോന്നി. അവള് വെപ്രാളത്തോടെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവളുടെ വെപ്രാളം കണ്ട് അഗ്നിക്ക് ചിരി വന്നെങ്കിലും അവനും ഒന്നും മിണ്ടാതെ കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അപ്പുവും ചിത്രയും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ചിരിയോടെ മറുപടി പറയുന്ന പെണ്ണിന്റെ മുഖം കാണവേ അവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കിയിരുന്നു. കിടക്കാനായി അഗ്നിയുടെ റൂമിലേക്കുള്ള പടികൾ കയറുകയാണ് ജ്വാല. വാതിലിന് മുന്നിലെത്തിയപ്പോൾ അവൾക്ക് ആകെ പരവേശം തോന്നി. ചുണ്ടിൽ അപ്പോഴും അവന്റെ ചുണ്ടിന്റെ ഇളം ചൂട് അറിയുന്നത് പോലെ, ഒപ്പം അവന്റെ ഉമിനീരിന്റെ മധുരവും. ജ്വാല കണ്ണുകൾ ഇറുക്കിയടച്ചു. ആദ്യമായിട്ടാ എന്നൊരാൾ ചുംബിക്കുന്നെ. ദേഷ്യവും സങ്കടവും അങ്ങനെ എന്തെല്ലാമോ തോന്നിപ്പോയി. അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം അന്ന് പണത്തിന് പകരം എന്നെ വേണ്ടേന്ന് പറയുമ്പോഴുണ്ടായിരുന്ന അയാളുടെ മുഖത്തെ കല്ലിച്ച് പാവം ഓർമ്മ വരും. അന്നത്തെ ആ സ്വരം കാതിൽ മുഴങ്ങും. ദേഷ്യം കൊണ്ടാ ആളെ കടിച്ച്. പക്ഷെ ഒത്തിരി വേദനിച്ചൂന്ന് വേദനയോടെ ശബ്ദം ഉണ്ടാക്കിയപ്പോഴാ മനസ്സിലായേ. അത് കേട്ടപ്പോൾ പാവം തോന്നി. പ്രതീക്ഷിക്കാതെ അച്ഛൻ ആരവേട്ടനെ അമ്മയും മുന്നിൽ കണ്ടപ്പോ അവർ ആരവേട്ടന്റെ ഏട്ടനോട് എന്തായിരുന്നു കാര്യം എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, സംസാരിക്കാന്ന് പറഞ്ഞില്ലേ ആള്. അത് കേട്ടപ്പോൾ ദേഷ്യം തോന്നി. അതാ ഉമ്മ വെച്ചോന്ന് വിളിച്ചു പറഞ്ഞ്. ഇനിയിപ്പോൾ എങ്ങനെ അവൻ്റെ മുന്നിലേക്ക് ചെല്ലുമെന്ന് അവൾക്കൊരു പിടിയില്ലായിരുന്നു. ആരോടൊന്നും പറയരുതെന്ന് പറഞ്ഞത് എന്നോട്. പക്ഷേ അവൾക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പേടിയും അതേസമയം വെപ്രാളവും തോന്നിപ്പോയി. അവൾ പതിയെ കണ്ണുകൾ തുറന്നൊന്ന് നിശ്വസിച്ചുകൊണ്ട് ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചു. ഡോറ് തുറന്നതേ ജ്വാല കണ്ടു. ബെഡിൽ മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് കിടക്കുന്ന അഗ്നിയെ. അവൾക്ക് അവനടുത്തേക്ക് ചെല്ലാൻ പേടി തോന്നിയെങ്കിലും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ഡോറടച്ച് അവിടെ പരിങ്ങി നിന്നു. അഗ്നിയുടെ കണ്ണുകൾ വാതിൽക്കലേക്ക് പോയി. വെപ്രാളത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ജ്വാലയെ കണ്ട് അവൻ കള്ളച്ചിരി ചിരിച്ചു. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വന്ന് കിടക്കാൻ നോക്കൂ കുഞ്ഞാ. അവൻ പറഞ്ഞതും അവള് തലകുലുക്കിക്കൊണ്ട് അവനടുത്ത് വന്ന് തലതാഴ്ത്തി നിന്നു. എന്തു പറ്റി? നീ എന്തെങ്കിലും തെറ്റിയതോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവള് സംശയത്തോടെ അവനെ നോക്കി. അല്ല, എന്റെ മുന്നിൽ വന്ന് തലതാഴ്ത്തി നിൽക്കുന്നോണ്ട് ചോദിച്ചതാ. തെറ്റ് ചെയ്തവർ മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങനെ നിൽക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് ചോദിച്ചതാ. അവൻ ചിരിയോടെ പറഞ്ഞു. ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി ബെഡിൽ കയറിയിരുന്നു. അവൾക്ക് ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉള്ളംകൈ പോലും വിറയ്ക്കുന്നത് പോലെ. എല്ലാവരും കൂടെയുള്ള ധൈര്യത്തിൽ എന്തൊക്കെയാണ് താൻ ഇന്ന് വിളിച്ചു പറഞ്ഞതെന്നോർക്കവേ അവൾ തളർന്നു പോയിരുന്നു. കാതിനരികിൽ ഒരു നിശ്വാസം തട്ടുന്നതെറിഞ്ഞ് ജ്വാല വെപ്രാളത്തോടെ പുറകിലേക്ക് നോക്കി. അഗ്നി അവൾക്കടുത്തേക്ക് ചേർന്നിരുന്ന് അവളെ തന്നെ നോക്കുകയാണ്. എന്താ? അവന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. എന്ത്? അവൻ പുരികമുയർത്തി. ഇന്നെന്തിനെങ്ങനെ നോക്കണേ? അവന്റെ നോട്ടം കണ്ട് അവൾ കൂർത്ത ചുണ്ടോടെ അവനെ നോക്കി ചോദിച്ചു. നിനക്കറിയില്ലേ? അവൻ അവളെ കപടദേഷ്യത്തോടെ നോക്കി. എന്ത്? അവളിൽ സംശയം. എന്തെന്നോ? നിന്നോട് ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞായിരുന്നോ? എന്നിട്ട് നീ എന്നെ അനുസരിച്ചോ? അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ അവനെ പേടിയോടെ നോക്കി. ഞാൻ എന്ത് ഇതെന്ന് അരവേട്ടൻ ചേട്ടൻ പറയണേ? അവൾ ചോദിച്ചു. അവൻ പെട്ടെന്ന് അവളോട് ഒന്നുകൂടി ചേർന്നിരുന്നു. അവിടെ ഇരുന്നാ മതി, എൻ്റെ അടുത്തേക്ക് വരണ്ട. അവൾ വിറയലോടെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി നീങ്ങിയിരുന്നു. അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ എടുത്തുയർത്തി അവൻ്റെ മടിയിലേക്ക് ഇരുത്തി ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു.
എല്ലാം പെട്ടെന്ന് ജ്വാല അവനെ പകപ്പോടെ നോക്കി. വിട് വിടെന്നെ. അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. അഗ്നി അവളുടെ വയറിൽ മുറുകെ കൈ ചുറ്റി. ഞാൻ പറയാതെ എൻ്റെ മടിയിന്നെങ്ങാനും നീ എഴുന്നേറ്റ് പോയാലുണ്ടല്ലോ. ഹാ. അവനിൽ ഭീഷണിയുടെ സ്വരം. അവന്റെ ശബ്ദത്തിലെ വ്യത്യാസം അറിഞ്ഞപ്പോൾ ജ്വാലയ്ക്ക് പേടി തോന്നിയെങ്കിലും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്ത് ചെയ്യും നിങ്ങള്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അവനിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. എന്ത് ചെയ്യാൻ പോവാ? അവൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് ചോദിച്ചു. അവനിൽ കുസൃതിച്ചിരിയാണ്. രാവിലെ ഞാൻ നിന്നെ ചെയ്തതെന്താ? അതിപ്പോ വീണ്ടും ചെയ്യാൻ പോവാ ഞാൻ. അവൻ ചിരിയോടെ പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ കണ്ണു നിറഞ്ഞേ? അവൻ അവളെ ഒന്നുകൂടി അടക്കി പിടിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു. എന്നെ ഉമ്മ വെക്കണ്ട കേട്ടോ, എനിക്കിഷ്ടല്ല. അവൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി. നിന്റെ അഗ്നിയേട്ടനല്ലേ കുഞ്ഞ, ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ നിന്നെ ഉമ്മ വെക്കുന്നേ? അവൻ ചോദിച്ചു. അല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടാ. അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യം കൊണ്ടോ? അവന്റെ നെറ്റി ചൊളിഞ്ഞു. എനിക്കറിയാം, എന്നോട് അരവേട്ടൻ്റെ ഏട്ടന് എന്തോ ദേഷ്യമുണ്ട്. അതുകൊണ്ടല്ലേ എന്നെ വാങ്ങിച്ച് അവരുടെ അടുത്ത് നിന്ന് എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ? അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു. അഗ്നിക്ക് അവളുടെ പറച്ചിൽ കേട്ട് ചിരിയാണ് വന്നത്. വാങ്ങിക്കാൻ നീ എന്താ വല്ല വസ്തു ആണോടി പെണ്ണെ? അവനിൽ കുറുമ്പ്. പോ. ജ്വാല ദേഷ്യത്തോടെ അവന്റെ നെഞ്ചിലേക്ക് അടിച്ചു. അവൻ ചിരിയോടെ അവളെ നോക്കി. ഞാൻ നിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയ വിവാഹം കഴിച്ചെന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പറ, നിന്നോട് എനിക്ക് പ്രതികാരം ചെയ്യാനും വേണ്ടി എന്ത് ദേഷ്യമായിരിക്കും? അവൻ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അത് എനിക്കെങ്ങനെ അറിയാനാ? അരവേടന്റെ ഏട്ടനല്ലേ അറിയാവൂ എല്ലാം. എനിക്കൊന്നും അറിയില്ല. ചിലപ്പോ മംഗലത്തുകാരോട് എന്തെങ്കിലും ദേഷ്യം കാണുമായിരിക്കും അല്ലേ? അവളുടെ ശബ്ദം കനത്തുപോയി. ആഹാ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ നീ. അപ്പന്റെ കുഞ്ഞൻ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അവൻ അവളെ കളിയാക്കി. അവന്റെ മുഖം കണ്ട് അവൻ തന്നെ കളിയാക്കിയതാണെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായതും അവളുടെ മുഖം വീർത്തുപോയി. പോ, എന്നോട് മിണ്ടണ്ട, എനിക്കിഷ്ടല്ല. അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു. അവൻ ആ പെണ്ണിന്റെ വീർത്ത മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി. പക്ഷെ എനിക്കെന്റെ കുഞ്ഞനെ ഒത്തിരി ഇഷ്ടാണല്ലോ. അവൻ അവളെ ഇറുക്കി പിടിച്ച് അവനിലേക്ക് ചേർത്തു. അവന്റെ ശരീരത്തിന്റെ ചൂട് അവളിലേക്ക് വല്ലാതെ ചേരും പോലെ, അവന്റെ നിശ്വാസം കഴുത്തിൽ തട്ടും പോലെ. ജ്വാല കുറുകിക്കൊണ്ട് തല താഴ്ത്തി. കുഞ്ഞ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. കുഞ്ഞ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു. അവൾ നേർത്ത ശബ്ദത്തിൽ മൂളി. എന്തിനാടാ എല്ലാരോടും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉമ്മ വെച്ച കാര്യം പറഞ്ഞ്? അത് കാരണം ഞാൻ എല്ലാവരുടെ മുന്നിലാകെ ചമ്മി നിൽക്കേണ്ടി വന്നില്ലേ? അവൻ ചോദിച്ചു. എന്തിനാ എന്നെ ഉമ്മ വെച്ചേ? അതുകൊണ്ടല്ലേ? അവളുടെ കണ്ണുകൾ കുറുകി. അവൻ അവളെ കുറുമ്പോടെ നോക്കി. ഞാനപ്പോ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ എൻ്റെ കുഞ്ഞിന്? അവൻ ചോദിച്ചതും അവള് സംശയത്തോടെ അവനെ നോക്കി. അച്ചോടാ, എൻ്റെ കുഞ്ഞിന് ഓർമ്മയില്ലേ? സാരല്ല, അഗ്നിയേട്ടനെ ഓർമ്മിപ്പിക്കാലോ. അവൻ അവളുടെ കവിളിൽ കുസൃതിയോടെ തലോടി. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവന്റെ കൈ തട്ടിമാറ്റി. ഹു, എൻ്റെ പൂച്ചക്കുട്ടി പുലിക്കുട്ടി ആയെന്ന് തോന്നുന്നല്ലോ. അവനിൽ ചിരിയാണ്. അവൾ ചുണ്ടുകൊട്ടി. അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അവൾക്ക് നോവാത്ത രീതിയിൽ അവളുടെ ചുണ്ടുകൾ കൂർത്തു വന്നു. അവൻ പതിയെ ആ ചുണ്ടിലേക്കൊന്ന് ഊതി. അവൾ അവനെ മിഴിച്ചു നോക്കി. ഞാൻ നിന്നെ രാവിലെ കിസ് ചെയ്തു. ഉഫ്, നമ്മുടെ ഫസ്റ്റ് കിസ്. അത് വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരുന്നു കുഞ്ഞ. പക്ഷെ നീ അതെല്ലാരോടും പറഞ്ഞത് അഗ്നിയേട്ടന് ഇഷ്ടമായിട്ടില്ല. ഞാൻ അപ്പോഴേ നിനക്ക് വാണിംഗ് തന്നതല്ലേ ആരോടും പറയരുതെന്ന്. എന്നിട്ടും നീ എന്നെ ധിക്കരിച്ചില്ലേ? അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിയാണ് അത് ചോദിച്ചത്. അവന്റെ നോട്ടം കണ്ട് അവൾ അവനെ മിഴിച്ചു നോക്കി. അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ കവിളിലിരിക്കുന്ന അവന്റെ കൈയൊന്ന് അയച്ചു പിടിച്ചു. എന്നെ ഉമ്മ വെച്ചോണ്ടല്ലേ? അതിനിപ്പോ എന്താ? അവള് വിയർപ്പ് പൊടിഞ്ഞ മുഖത്തോടെ ചോദിച്ചു. അതിനൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നീ അത് ആരോടെങ്കിലും പറഞ്ഞ അഗ്നിയേട്ടൻ അതിനുള്ള ശിക്ഷ നിനക്ക് തരൂന്ന്? അതായത് നിന്നെ ഉമ്മ വയ്ക്കൂന്ന്. ഇപ്പോ ഈ നിമിഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ ശിക്ഷിക്കാൻ പോവാ. അവന്റെ ശബ്ദം നേർത്തുപോയി. വേണ്ട. അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? അഗ്നിക്ക് ഒരു വാക്കേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് നടപ്പിലാക്കണ്ടേ? പിന്നെ നീ എന്നെ ഡ്രാക്കുളാന്നും വിളിച്ചില്ലേ? എല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ ശിക്ഷിച്ചോട്ടെ? അവന്റെ സ്വരം ആർദ്രമായി. വേണ്ട. അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതും അവൻ പിന്നെയും അവളുടെ കവിളിനെ കുത്തിപ്പിടിച്ചിരുന്നു. ആ പിടുത്തത്തിൽ അവളുടെ ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തി വന്ന അതേ നിമിഷം അഗ്നി താഴ്ന്നു വന്ന അവളുടെ ചുണ്ടുകളെ അങ്ങനെ കടിച്ചെടുത്തിരുന്നു. ജ്വാല ഏങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് അമർന്നിരുന്നു. അവളുടെ മാറിടം അവന്റെ ശരീരത്തിൽ അമർന്നു. അഗ്നിയുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കളഞ്ഞ പെണ്ണ്. എന്നാൽ ഇത്തവണ അവനിലേക്ക് ചേർന്ന ശരീരത്തെ അകറ്റാൻ അവളോ അവനോ ശ്രമിച്ചില്ല. അവൻ അവളുടെ ചുണ്ടുകളെ പതിയെ നുണഞ്ഞു തുടങ്ങി. ജ്വാല മൂളിക്കൊണ്ട് ഒന്ന് പിടഞ്ഞു. അവന്റെ ഇടുപ്പിലൂടെ മുറുകെ കൈ ചുറ്റിയവൾ. എന്നാൽ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്ത് നുണയുന്നവന്റെ ഉമിനീർ നനവ് വായിലെറിഞ്ഞതും
പിടപ്പോടെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവന്റെ ചുംബനത്തിൽ ലയിച്ചു പോയവൾക്ക് അവനെ എതിർക്കാൻ പോയിട്ട് ഒന്നിനും കഴിയുന്നില്ല. അടിവയറ്റിൽ മഞ്ഞ് വീഴുമ്പോലൊരു സുഖം, ശരീരമാകെയൊരു കോരിത്തരിപ്പ്. അഗ്നിയുടെ ഇടുപ്പിൽ നിന്നും അവളുടെ കൈകൾ അവന്റെ തലമുടിയിലേക്ക് സഞ്ചരിച്ചു. അഗ്നി അവളുടെ മുഖം അങ്ങനെ പുറകിലേക്ക് മറിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. ആ, അവളിൽ നിന്നൊരു ശബ്ദം. എന്നാൽ അവന്റെ ചുണ്ടുകൾ ആ കഴുത്തിൽ അലഞ്ഞു നടന്നതും ഇക്കിളിക്കും മുകളിൽ മറ്റെന്തോ വികാരത്താൽ അവളുടെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു. അവൻ അവിടെ ചുംബിക്കുകയാണ്. അവൾക്കതറിയാം. പക്ഷേ ഞാൻ തടയുന്നില്ലല്ലോ അയാളെ. ചേർത്ത് പിടിക്കാനാ തോന്നുന്നേ. ജ്വാലയുടെ മനസ്സ് അവൾക്ക് തന്നെ ഒരു പിടി കൊടുക്കുന്നില്ല. അവൻ അവളുടെ ചുണ്ടുകളെ പിന്നെയും കവർന്നുകൊണ്ട് അവളുടെ കവിളിൽ നിന്നും പിടിവിട്ടു. അവളുടെ ചുണ്ടിനെ ഒന്നുകൂടി നുണഞ്ഞുകൊണ്ട് അവൻ പതിയെ അവയും മോചിപ്പിച്ചു. കണ്ണുകൾ അടച്ചുകൊണ്ട് തനിക്ക് വഴങ്ങിത്തരുന്ന പെണ്ണിനെ കണ്ട് അവനിൽ സന്തോഷം നിറഞ്ഞു. ജ്വാല അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ആഞ്ഞു ശ്വാസമെടുത്ത് കിതച്ചു. തലമുടിയിൽ അമർന്ന കൈകൾ പതിയെ അവന്റെ വയറിനെ ചുറ്റിപ്പിടിച്ചു. അഗ്നി ചിരിയോടെ അവളെ നോക്കി. തുടരും.